നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കണ്ണൂരിൽ താൻ തന്നെ മത്സരിക്കുമെന്ന കെ സുധാകരൻ്റെ ഉറച്ച പ്രഖ്യാപനം. പിന്നീട് നാം കാണുന്നത് ഡൽഹി ചർച്ചകൾ അവസാനിപ്പിച്ച് കേരളത്തിലേക്ക് മടങ്ങുന്ന കെ സുധാകരനെ. തൊട്ടു പിന്നാലെ വെടിക്കെട്ട് പോലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് സുധാകരൻ്റെ ഫേസ്ബുക്ക് വാളിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ വി.ഡി. സതീശൻ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് അടക്കം തള്ളി പറഞ്ഞു. സുധാകരനുമായി താൻ സംസാരിച്ചു. ആ പോസ്റ്റിനെക്കുറിച്ച് തനിക്കൊന്നും അറിയില്ല എന്നാണ് സുധാകരൻ തന്നോട് പറഞ്ഞത്. സുധാകരൻ മത്സരിക്കുന്ന കാര്യത്തിൽ പോലും വാശി പിടിച്ചിട്ടില്ല. ഈ പത്രങ്ങളിലും ചാനലുകളിലുമൊക്കെ വരുന്നത് കള്ളക്കഥകളാണ് എന്ന് വി.ഡി. സതീശൻ പറഞ്ഞു. വി.ഡി. സതീശൻ്റെ പ്രസ്താവന വന്ന് തൊട്ടു പിന്നാലെ അതിശക്തമായി തിരിച്ചടിച്ചുകൊണ്ട് കെ സുധാകരൻ കളത്തിലിറങ്ങി. ഞാൻ കണ്ണൂരിൽ തന്നെ മത്സരിക്കും, പാർട്ടിക്ക് എന്താണ് ദോഷം? ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് താൻ തന്നെ എന്ന് കെ സുധാകരൻ പിന്നീട് തുറന്നടിച്ചു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എം.പിമാർക്ക് അവകാശമുണ്ട്. പ്രവർത്തകരുടെ വികാരം മനസ്സിലാക്കിയാണ് മത്സരിക്കാൻ തീരുമാനിച്ചത് എന്ന് കെ സുധാകരൻ തുറന്നടിച്ചു. മത്സരിക്കാൻ അർഹതയുള്ളവർ മത്സരിക്കണം. ചർച്ചയ്ക്ക് നേതൃത്വം വേദിയൊരുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും സുധാകരൻ പറഞ്ഞു. ഇന്നലെ ചർച്ചകൾ പൊളിച്ച് കേരളത്തിലേക്ക് മടങ്ങിയ കെ സുധാകരനെ അടിയന്തരമായി ഹൈക്കമാൻഡ് ഇന്നലെ തന്നെ ദില്ലിയിലേക്ക് തിരിച്ചു വിളിച്ചിരുന്നു എന്ന വാർത്തകളും പരന്നിരുന്നു. എന്നാൽ ആ വാർത്തകൾ അത്ര സത്യമല്ല എന്നാണ് ഇന്ന് മനസ്സിലാക്കുന്നത്. വീണ്ടും കെ സുധാകരനെ ചർച്ചയ്ക്ക് രാഹുൽ ഗാന്ധി വിളിച്ചിട്ടില്ല എന്ന് ഹൈക്കമാൻഡ് പറയുന്നു. മത്സരിക്കാൻ അർഹതയുള്ളവർ ആവശ്യപ്പെട്ടാൽ കൊടുക്കേണ്ടേ എന്നാണ് ഇപ്പോൾ കെ സുധാകരൻ ചോദിക്കുന്നത്. അതൊക്കെ അവകാശമല്ലേ? താൻ മത്സരിക്കുന്നതിൽ പാർട്ടിക്ക് എന്താണ് ദോഷം? ആവശ്യം ആരും നിഷേധിക്കില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. മത്സരിക്കുകയെന്നത് എം.പിമാരുടെ അവകാശമാണ്. ഫേസ്ബുക്ക് കുറിപ്പ് താൻ തന്നെയാണ് എഴുതിയത്. വി.ഡി. സതീശൻ തന്നെ വിളിച്ചിട്ടേയില്ല. കൃത്യമായ വിവരങ്ങളില്ലാതെയാണ് വി.ഡി. സതീശൻ പ്രതികരിച്ചത്. ആരെങ്കിലും പറഞ്ഞത് സതീശൻ വിശ്വസിച്ചതാകും. എന്നാൽ കെ സുധാകരനെ തള്ളി ഹൈക്കമാൻഡ് തന്നെ ഇന്ന് രംഗത്തെത്തി. സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രവർത്തകരുടെയോ പിന്തുണയ്ക്കുന്നവരുടെയോ വികാരം മാത്രം പരിഗണിച്ചല്ല, മറിച്ച് പാർട്ടിയുടെ നയപരമായ തീരുമാനമാണ് അന്തിമമെന്ന് ദീപദാസ് മുൻഷി. കേരളത്തിലെ പല മണ്ഡലങ്ങളിലും ഇപ്പോൾ ആരാകണം സ്ഥാനാർത്ഥി എന്നത് ചൊല്ലി വലിയ തർക്കമാണ് കോൺഗ്രസിൽ ഉടലെടുത്തിരിക്കുന്നത്. എന്നാൽ കണ്ണൂരിലെ പ്രതിസന്ധി അത്ര ചെറുതല്ല. കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഇപ്പോൾ കെ സുധാകരനെ അവഗണിക്കാനുള്ള നിർദ്ദേശം നൽകി. എന്നാൽ കണ്ണൂരിന്റെ ഈ സിംഹം വെറുതെ ഇരിക്കില്ല. കെ.പി.സി.സി. അധ്യക്ഷനായി കെ സുധാകരൻ ചാർജ് എടുത്തതിന് തൊട്ടു പിന്നാലെയായിരുന്നു പിണറായി വിജയനെ നേർക്കുനേർ വെല്ലുവിളിച്ചുകൊണ്ടുള്ള സുധാകരന്റെ സിംഹഗർജനം. അതിപ്പോഴും കോൺഗ്രസ് പ്രവർത്തകരുടെ ഉള്ളിൽ ഒരാവേശമായി അലയടിക്കുന്നു. പതിറ്റാണ്ടുകൾ CPM പാർട്ടി ഗുണ്ടകൾ വേട്ടയാടിയ രാഷ്ട്രീയ നേതാവാണ് കെ സുധാകരൻ. ഒന്നല്ല 6 തവണ സുധാകരനെ കൊലപ്പെടുത്താൻ അവർ ശ്രമങ്ങൾ നടത്തി. ഓരോ തവണയും അദ്ദേഹം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കോൺഗ്രസ് പാർട്ടിയുടെ കേരളത്തിലെ ഗർജിക്കുന്ന സിംഹമെന്നാണ് കെ സുധാകരൻ അറിയപ്പെടുന്നത്. പിണറായി വിജയനുമായി നേർക്കുനേർ കോർക്കാനുള്ള സുധാകരൻ്റെ തൻ്റെയിടം തന്നെയാണ് അദ്ദേഹത്തെ പലപ്പോഴും വ്യത്യസ്തനാക്കുന്നത്. പിണറായിക്ക് അതേ ഭാഷയിൽ മറുപടി പറയാൻ കോൺഗ്രസിന് ഒരൊറ്റ നേതാവ് മാത്രം, അതാണ് കെ സുധാകരൻ. സുധാകരൻ കെ.പി.സി.സി. അധ്യക്ഷനായിരുന്ന കാലഘട്ടത്തിൽ പലപ്പോഴും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ. ഒരു വശത്ത് സുധാകരൻ്റെ ആക്രമണ ശൈലി, മറുവശത്ത് വി.ഡി. സതീശൻ്റെ സമവായ ശൈലി. അത് പലപ്പോഴും ചേർന്നു പോകുന്നതല്ല. കോൺഗ്രസ് പ്രവർത്തകർക്ക് സുധാകരനിലുള്ള മതിപ്പ് പലപ്പോഴും കെ.സി. വേണുഗോപാലിനെ അസ്വസ്ഥനാക്കി. കെ.സി. വേണുഗോപാലിനെ പരസ്യമായി സുധാകരൻ തള്ളിയും പറഞ്ഞിരുന്നു കെ.പി.സി.സി. അധ്യക്ഷനായിരുന്ന കാലഘട്ടത്തിൽ. ഇതോടെ കെ സുധാകരന് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം തെറിക്കുമെന്നുറപ്പായിരുന്നു. 2021 പിണറായി വിജയൻ വീണ്ടും അധികാരത്തിലെത്തിയ കാലഘട്ടം. അന്ന് കെ സുധാകരൻ പിണറായിയെ നേർക്കുനേർ വെല്ലുവിളിച്ചു. പഠനകാലത്ത് താൻ കോളേജിൽ വെച്ച് പിണറായി വിജയനെ ചവിട്ടി വീഴ്ത്തിയിട്ടുണ്ട് എന്ന് തുറന്നു പറഞ്ഞുകൊണ്ടായിരുന്നു സുധാകരന്റെ ആക്രമണങ്ങളുടെ തുടക്കം. മലയാള മനോരമ ആഴ്ചപ്പതിപ്പിന് നൽകിയ ഒരു അഭിമുഖത്തിൽ സുധാകരൻ പലതും പച്ചയ്ക്ക് തുറന്നു പറഞ്ഞു. ബ്രണ്ണൻ കോളേജിലെ പഠനകാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെ താൻ ചവിട്ടി വീഴ്ത്തിയിട്ടുണ്ട് എന്നായിരുന്നു സുധാകരൻ തുറന്നു പറഞ്ഞത്. താൻ ചെയർമാനായി മത്സരിച്ചിരുന്ന കാലഘട്ടത്തിൽ ബ്രണ്ണൻ കോളേജിൽ SFI പ്രതിനിധിക്ക് കിട്ടിയത് 35 വോട്ട്. ബിരുദ കോഴ്സിന് ചില പേപ്പറുകൾ എഴുതിയെടുക്കാൻ കോളേജിലെത്തിയ പിണറായി വിജയനെ താൻ ഒറ്റ ചവിട്ടിന് വീഴ്ത്തി എന്നായിരുന്നു സുധാകരൻ പറഞ്ഞത്. SFI പഠിപ്പ് മുടക്ക് പ്രഖ്യാപിച്ച ദിവസമാണ് പിണറായി കോളേജിലെത്തിയത്. ആ സമരം പൊളിക്കാൻ KSUവിൻ്റെ പ്ലാൻ. 2ാം വർഷ വിദ്യാർത്ഥികളെ ക്ലാസ്സിലിരുത്തി ക്ലാസ് എടുക്കുന്നു. ഈ സമയം AK ബാലൻ്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ സംഘടിച്ചു വന്നു. താൻ 2ാം നിലയിലെ കോണിപ്പടിയിൽ നിൽക്കുകയായിരുന്നു. ബാലൻ ഉൾപ്പെടെ എല്ലാവരെയും KSUക്കാർ തല്ലി ഓടിച്ചു. പരീക്ഷാ ഹാളിലായിരുന്ന പിണറായി വിജയൻ സഖാക്കളുടെ സഹായത്തിന് ഓടിയെത്തി.
രണ്ടാം നിലയിലേക്ക് ഓടിക്കയറി വന്ന പിണറായി നീ ഏതാടാ താരാസിംഗോ എന്ന് താൻ ചോദിച്ചുകൊണ്ട് പിണറായിക്കിട്ട് ഒരൊറ്റ ചവിട്ട്. താനെന്ന് കളരി പഠിക്കുന്ന സമയമായിരുന്നുവെന്നാണ് സുധാകരൻ പറഞ്ഞത്. കോണിപ്പടിക്ക് ഇരുവശവും ഉണ്ടായിരുന്നവർ ആർപ്പ് വിളിച്ചു. പിന്നെ ഒന്നും ആലോചിച്ചില്ല. ഒറ്റ ചവിട്ട് പിന്നാലെ KSU പ്രവർത്തകർ പിണറായി വിജയനെ എടുത്ത് മെഴുകി എന്നാണ് സുധാകരൻ പറഞ്ഞത്. ഒടുവിൽ പോലീസ് എത്തി പിണറായി വിജയനെ എടുത്തുകൊണ്ടുപോകുന്ന കാഴ്ച കണ്ടു എന്നൊക്കെ സുധാകരൻ പറഞ്ഞു. അരിയിൽ എപ്പോഴും ഒരു കത്തിയുമായി നടന്ന ഫ്രാൻസിസിനെ കുറിച്ചും സുധാകരൻ അന്ന് വെളിപ്പെടുത്തിയിരുന്നു. SFI പ്രവർത്തകരെ ഫ്രാൻസിസ് മർദ്ദിച്ചതിനെ തുടർന്ന് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഒരു സമരം. പിണറായി ഫ്രാൻസിസിൻ്റെ അരയിലെ പിച്ചാത്തിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഫ്രാൻസിസിന് ചൊടിച്ചു. ഫ്രാൻസിസ് ചാടി എഴുന്നേറ്റ് മുണ്ട് മടക്കി കുത്തി സ്റ്റേജിലെത്തി. മൈക്കെടുത്ത പിണറായിക്കിട്ടൊരൊറ്റയടി. ഒഴിഞ്ഞു മാറിയില്ലായിരുന്നു എങ്കിൽ പിണറായിയുടെ തല പിളർന്നു പോകുമായിരുന്നു എന്നാണ് സുധാകരൻ പറഞ്ഞത്. ഇത് പിണറായിക്ക് കൊണ്ടു. തുടർന്നാണ് പിണറായി വിജയൻ ബ്രണ്ണൻ കോളേജിൽ താൻ വാളുകൾക്കിടയിലൂടെ നടന്നു വന്നവനാണ് എന്നൊക്കെ വച്ച് കാച്ചിയതെന്ന്. ആരാണ് പിണറായി വിജയൻ എന്ന് പച്ചയ്ക്ക് പലപ്പോഴും തുറന്നു പറയാൻ മടിയില്ലാത്ത കോൺഗ്രസ് നേതാവ്. തന്നെ കൊലപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയ പല പ്രമുഖരും ഇന്ന് ഭരണത്തിന്റെ ഏറ്റവും മുകളിലിരിക്കുന്നു എന്നായിരുന്നു സുധാകരൻ പരിഹസിച്ചത്. പിണറായി വിജയൻ ഒരു കൊലപാതകയാണ് എന്ന് കേരളത്തോട് തുറന്നടിച്ച ഒരു രാഷ്ട്രീയ നേതാവ്. കണ്ണൂരിലെ DCC സെക്രട്ടറി കണ്ടോത്ത് ഗോപിയെ കൊണ്ട് സ്വന്തം ദുരിതാനുഭവം ഒരിക്കൽ പറയിപ്പിച്ചു സുധാകരൻ. പിണറായി വിജയൻ ഒന്നാം പ്രതിയായ വാടിക്കൽ രാമകൃഷ്ണൻ കൊലക്കേസും സുധാകരൻ പലപ്പോഴും പരാമർശിക്കും. അന്ന് പിണറായിയുടെ സന്തത സഹചാരിയായിരുന്ന പെണ്ണുട്ടായി ബാബു കൊല്ലപ്പെട്ട സംഭവം വിവരിച്ചിരുന്നു ഒരിക്കൽ സുധാകരൻ. 1977 PKBയുടെ ഭരണകാലത്ത് ദിനേശ് BD സൊസൈറ്റിയിൽ പിരിച്ചുവിട്ട 26 തൊഴിലാളികളെ തിരിച്ചെടുക്കണം എന്നാവശ്യപ്പെട്ട് നടത്തിയ കാൽനട പ്രചരണ ദിവസം അന്ന് തനിക്ക് പിണറായി വിജയന്റെ വെട്ടുകൊണ്ടു എന്നാണ് കണ്ടോത്ത് ഗോപി പറയുന്നത്. താനാര ജാഥ ലീഡറോ എന്ന് ചോദിച്ചു കൊടുവാളുകൊണ്ട് തന്റെ കഴുത്തിന് നേരെ പിണറായി വെട്ടുകയായിരുന്നു. കൈകൊണ്ട് തടഞ്ഞപ്പോഴുണ്ടായ മുറിവാണ് ഇതെന്ന് പറഞ്ഞ അദ്ദേഹം മുറിപ്പാട് ഉയർത്തിക്കാട്ടിയിരുന്നു മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ. വാടിക്കൽ രാമകൃഷ്ണൻ എന്ന ജനസംഘക്കാരന്റെ കൊലപാതകി പിണറായി വിജയനാണ് എന്ന് പച്ചയ്ക്ക് പറയും സുധാകരൻ. പിണറായി വാളെടുത്ത് വെട്ടി. ഇതേ തുടർന്നായിരുന്നു തലശ്ശേരിയിൽ കലാപമുണ്ടായത്. സുധാകരൻ എന്നും CPMനോട് നേർക്കുനേർ നിന്ന തൻ്റെ ഇടമുള്ള യോദ്ധാവ്. അതുകൊണ്ട് തന്നെ സുധാകരനെ വധിക്കാൻ പലവട്ടം CPM ശ്രമിച്ചു. 6 തവണ തനിക്ക് നേരെ വധശ്രമമുണ്ടായി എന്ന് സുധാകരൻ തുറന്നടിച്ചു. ഓരോ തവണയും താൻ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. പയ്യന്നൂർ, താഴെച്ചൊവ്വ, മേലെച്ചൊവ്വ, മട്ടന്നൂർ, പേരാവൂർ, കൂത്തുപറമ്പ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നടന്നത് നേരിട്ടുള്ള വധശ്രമങ്ങൾ. മിക്കവാറും ഏതെങ്കിലുമൊക്കെ പ്രോഗ്രാമിന് പോയാൽ വന്ന വഴിയിലൂടെ താൻ മടങ്ങാറില്ല. പലപ്പോഴും കാറ് മാറി തിരിച്ചു വരും. ഇനി അതുമല്ലെങ്കിൽ കാറിൻ്റെ നമ്പർ പ്ലേറ്റ് മാറ്റിയാവും തൻ്റെ മടക്കയാത്ര. അതിക്രൂരമായി തന്നെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ നിരവധി സാഹചര്യങ്ങൾ ഒരുക്കാൻ CPM ഗുണ്ടകൾ ശ്രമിച്ചിരുന്നുവെന്നാണ് സുധാകരൻ പറഞ്ഞത്. പിണറായി വിജയനെ നേർക്കുനേർ വെല്ലുവിളിച്ച സുധാകരൻ ഒരിക്കലും കോൺഗ്രസ് വിട്ട് CPMലേക്ക് പോകില്ല എന്ന് കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കൾക്കറിയാം, പ്രത്യേകിച്ച് KC വേണുഗോപാലിന്. അതുകൊണ്ട് തന്നെ സുധാകരനെ ഒതുക്കി കണ്ണൂരിലേക്ക് വിട്ടാൽ സുധാകരൻ പ്രതികരിക്കില്ല എന്നാണ് പൊതുവെ കോൺഗ്രസിൻ്റെ കണക്കുകൂട്ടൽ. സുധാകരന് ലക്കില്ല, ബോധമില്ല, ഇപ്പോൾ യാതൊരുവിധ ഓർമ്മയുമില്ല എന്നൊക്കെ കേരളത്തിലെ നേതാക്കളെ പറഞ്ഞു വിശ്വസിപ്പിക്കാനുള്ള ശ്രമമാണ് മറുവശത്ത് ദേശീയ നേതാക്കൾ നടത്തുന്നത്. എന്നാൽ സുധാകര അനുകൂലികളിതാ ആർത്തിരമ്പി പുറത്തേക്ക് വരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനെ കഴിവും പ്രാപ്തിയുമില്ലാത്ത മുഖ്യമന്ത്രി എന്ന് KPCC അധ്യക്ഷനായിരുന്നപ്പോൾ സുധാകരൻ പരിഹസിച്ചിരുന്നു. പിണറായി വിജയൻ എൻ്റെ നാട്ടുകാരനാണ് എന്ന് തനിക്ക് അപമാനമെന്നായിരുന്നു സുധാകരൻ്റെ ശൈലിയിലുള്ള മറുപടി. 10 വർഷം കൊണ്ട് നിങ്ങൾ എന്തുണ്ടാക്കി എന്ന് LDF നേതാക്കളോട് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് സുധാകരൻ്റെ ചോദ്യം. പലപ്പോഴും ചാട്ടുളി പോലത്തെ സുധാകര ശൈലിയിലുള്ള ചോദ്യങ്ങൾക്ക് മുൻപിൽ പതറുന്ന CPMനെ തന്നെയാണ് കേരളം കണ്ടിട്ടുള്ളത്. അതുതന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരവും ആവേശവും. അവർക്ക് സുധാകരൻ ഒരു ഗർജിക്കുന്ന സിംഹമാണ്. ആ സിംഹത്തെ ഒതുക്കി തൊഴുത്തിൽ കെട്ടാൻ കഴിയില്ല എന്ന് കോൺഗ്രസ് പ്രവർത്തകരും സുധാകര അനുകൂലികളും സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുന്നു. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് തന്നെ നീക്കിയതിന് പിന്നിൽ KC വേണുഗോപാലിന്റെ കരുനീക്കങ്ങളാണ് എന്ന് സുധാകരൻ ഒരിക്കൽ സൂചിപ്പിച്ചിരുന്നു. വ്രണത ഹൃദയനായി KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഒരിക്കൽ സുധാകരൻ ഇറങ്ങേണ്ടി വന്നു. തന്നെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കിയതിന് പിന്നിൽ നേതാക്കളുടെ സ്വാർത്ഥ താല്പര്യമാണ് എന്ന് സുധാകരൻ ഒന്ന് തുറന്നടിച്ചിരുന്നു. ചില നേതാക്കൾ തന്നെ മാറ്റാൻ നിർബന്ധം പിടിച്ചുവെന്നാണ് സുധാകരന്റെ പരിഭവം. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ പലപ്പോഴും സുധാകരൻ ഉന്നയിച്ചിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ KCക്ക് സുധാകരനോട് അത്ര പ്രതിപത്തിയില്ല. K സുധാകരന് സീറ്റ് നൽകിയില്ല എങ്കിൽ കോൺഗ്രസ് പൊട്ടിത്തെറിക്കുമെന്നാണ് സുധാകര അനുകൂലികൾ പറയുന്നത്. അവർ VD സതീശന് നേർക്കും തങ്ങളുടെ പ്രതികരണങ്ങൾ മുഴക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക അന്തിമമാക്കുന്നതിനിടയിലാണ് ഇപ്പോൾ സുധാകര വിപ്ലവം. പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിന് മുന്നിൽ ഇപ്പോൾ സുധാകരനെ അനുകൂലിച്ച് പോസ്റ്ററുകൾ പതിച്ചിട്ടുണ്ട്. സുധാകരനെ ഒഴിവാക്കിയാൽ പ്രത്യാഘാതം ചെറുതാകില്ല എന്നാണ് മുന്നറിയിപ്പ്. ഈഴവ സമുദായത്തെ അവഗണിച്ചാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നും പോസ്റ്ററുകളിൽ മുന്നറിയിപ്പ്. മത്സരിക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്ന K സുധാകരൻ ഉൾപ്പെടെ 9 MPമാരെ അനുനയിപ്പിക്കാനുള്ള അവസാനവട്ട ശ്രമങ്ങൾക്ക് കോൺഗ്രസ് നേതാക്കൾ തുടക്കമിട്ടു. സുധാകരൻ വ്രണിത ഹൃദയനായി കണ്ണൂരിൽ തുടരുമ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയം അത്ര എളുപ്പമല്ല. വാക്കുകൾ പാലിക്കപ്പെടാനുള്ളതാണെന്നും ചരിത്രം വാക്ക് പാലിച്ചവരുടേതാണ് എന്നും പോസ്റ്ററുകൾ ഇപ്പോൾ സതീശന്റെ ഓഫീസിന് മുന്നിൽ. രാഹുൽ ഗാന്ധിയും K സുധാകരനും ഒന്നിച്ചുള്ള ചിത്രവും ഈ പോസ്റ്ററിലുണ്ട്. രാഹുൽ ഗാന്ധി സുധാകരന് സീറ്റ് നൽകുമെന്ന് KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കുമ്പോൾ വാക്ക് നൽകിയിരുന്നുവെന്നാണ് സുധാകര അനുകൂലികൾ പറയുന്നത്. കേരളത്തിലെ ഏത് മണ്ഡലത്തിൽ മത്സരിച്ചാലും വിജയിക്കാൻ സാധ്യതയുള്ള K സുധാകരനെ ഒഴിവാക്കിയാൽ അതിൻ്റെ അനുഭവം കോൺഗ്രസിനുണ്ടാകുമെന്ന മുന്നറിയിപ്പും പോസ്റ്ററുകളിൽ. സുധാകരനെ എങ്ങനെ അനുനയിപ്പിക്കണം, എങ്ങനെ ഒതുക്കണമെന്നറിയാതെ കുഴയുകയാണ് മറുവശത്ത് കോൺഗ്രസ് പാർട്ടി. ദേശീയ നേതൃത്വത്തിൻ്റെ പിടിവാശി ഒരു വശത്ത്, ഹൈക്കമാൻഡിൻ്റെ ധാർഷ്ട്യം മറുവശത്ത്. രാഹുൽ ഗാന്ധി തൻ്റെ കയ്യിലാണ് എന്ന അമിത ആത്മവിശ്വാസമാണ് KC വേണുഗോപാലിൻ്റെ ഇത്തരം തീരുമാനങ്ങൾക്ക് പിന്നിൽ എന്ന് സുധാകര അനുകൂലികൾ കുറ്റപ്പെടുത്തുന്നു. കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.